അതില് ഇവന്റെ കാമുകി നമ്മുടെ ഹീറോയിൻ ഒരു ഹോട്ടൽ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നു. അതേ ഹോട്ടലിലെ അടുത്ത മുറിയിലേക്ക് വേറൊരു കപ്പിൾ കുറച്ചു സമയം കഴിഞ്ഞു വരുന്നുണ്ട്. ഈ റഷ്യക്കാരനുമായി സമയം ചെലവഴിച്ചതിന് ശേഷം അവൾ ഹോട്ടലിന് പുറത്തേക്ക് വന്ന് ആർക്കോ നമസ്കാരം പറയുന്നുണ്ട്. അത് ആർക്ക് വേണ്ടിയായിരിക്കും? ഇനി ആ ഹോട്ടലിലെ 2 മുറികളും പരിശോധിച്ചാൽ ഒന്നിനൊന്ന് ഇന്റർ കണക്റ്റഡ് ആണ്. അകത്ത് നിന്ന് ഈ മുറികളിലേക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇതേപോലുള്ള വേറെ 3 ഹോട്ടലുകളിൽ ഇവർ മുറിയെടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള മുറികളാണ് ഇവരെടുത്തിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് വ്യക്തമാണ് നിന്റെ പഴയ കാമുകി ച്വൻസാക്കി സൗത്ത് കൊറിയൻ സ്പൈകളുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഇങ്ങനെ കൃത്യമായ വിവരങ്ങളെല്ലാം ആ നോർത്ത് കൊറിയൻ ക്യാപ്റ്റൻ അവിടുത്തെ ഹീറോയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഹീറോയിൻ താമസിക്കുന്ന ഹോസ്റ്റൽ അതിന്റെ CCTV നിരീക്ഷിക്കുകയാണ്. അപ്പൊ ഈ ഹോസ്റ്റലിലേക്ക് നോർത്ത് കൊറിയൻ ഏജന്റുമാർ കുറെ പേരില്ലേ, അവര് കടന്നു ചെല്ലുന്നു. പെട്ടെന്ന് അവരെന്തിനാണ് അങ്ങോട്ട് പോണേന്ന് ഹീറോയ്ക്ക് മനസ്സിലാവില്ല. ഹീറോ കാറെടുത്ത് നേരെ ആ സ്പോട്ടിലേക്ക് പറന്നു പോവാ. ഒരുപക്ഷെ ഇവരുമായി ഹീറോയിന് ബന്ധമുള്ളത് അവർ കണ്ടുപിടിച്ചാൽ ഹീറോയിൻ ഇല്ലാതാക്കാൻ ശ്രമിക്കും. സഹായിക്കാൻ വേണ്ടി ഹീറോ പാഞ്ഞു പോവാ. പോകരുത്, നമ്മൾ എക്സ്പോസ് ആകുമെന്ന് കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടി പറയുന്നുണ്ട്. എന്നാൽ ഹീറോ ആ കോളും കട്ട് ചെയ്ത് നേരെ ഇവരെ സ്ഥലത്തേക്ക് വരും. അപ്പൊ നമ്മുടെ നോർത്ത് ഹീറോയും അവന്റെ കൂടെ ജോലി ചെയ്യുന്ന കയ്യാളന്മാരും ഈ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് വന്ന് അവിടെ മുഴുവൻ അരിച്ചു പെറുക്കുന്നു. ആ നേരത്ത് നോർത്ത് ഹീറോ അവന്റെ പഴയ കാമുകിയോട് ചോദിക്കുകയാണ്, സൗത്ത് കൊറിയൻസുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം? നമ്മുടെ എംബസി എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നു. അവൻ അവളെ പരിശോധിക്കുന്ന പോലെ കാണിച്ചിട്ട് നിന്നെന്തായാലും ചോദ്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് പിടിച്ചുകൊണ്ട് പോകണം. അവിടെ വെച്ച് നീ പറയേണ്ടത് ഇതാണ്, എന്നെ സഹായിക്കാനായിട്ട്, അതായത് എനിക്ക് ഇന്റൽ തരാൻ വേണ്ടിയിട്ടാണ് നീ സൗത്ത് കൊറിയയുമായി ബന്ധം വെച്ചിരിക്കുന്നത്. എന്റെ ഹമിന്റെ ആണ് നീ എന്ന് പറയണം. എന്നാലേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തുമ്പ് കൊടുക്കുകയാണ് നമ്മുടെ സെക്കൻഡ് ഹീറോ. ആ സമയത്ത് ഇവളെ ബാഗിൽ നിന്ന് ഏജന്റുമാർ $4 കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇവളങ്ങനെ വിളിച്ചോണ്ട് പോവാണ് അവര് കാറി കയറ്റി. ഇതെല്ലാം നമ്മുടെ ആദ്യ ഹീറോ കാണുന്നുണ്ട്. അവര് ഹീറോയിനെ പിടിച്ചോണ്ട് പോയി എംബസി വെച്ച് ചോദ്യം ചെയ്യാം. അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പഠനം നിർത്തി റഷ്യയിലേക്ക് അവൾ കടന്നു വന്നത് മുതൽ എല്ലാ വിവരങ്ങളും ആ നോർത്ത് ക്യാപ്റ്റന് കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ നോർത്ത് ഹീറോയുമായി പഴയൊരു ലവ് സ്റ്റോറി ഉണ്ടെന്നുള്ളതും ആ ക്യാപ്റ്റന് മനസ്സിലായി. ഈ നാട്ടിലേക്ക് നോർത്ത് ഹീറോ വന്നു കഴിഞ്ഞപ്പം അവനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സൗത്ത് കൊറിയൻസുമായി ബന്ധം പുലർത്തിയതെന്ന് ഹീറോയിൻ പറയുകയാണ്. അത് തന്നെ അവള് പേപ്പറിൽ എഴുതി കൊടുക്കുകയും ചെയ്യും. എന്നാൽ അവള് പറയുന്നതിൽ എന്തെങ്കിലും പിഴവ് കണ്ടുപിടിക്കാനായിട്ട് ഈ ക്യാപ്റ്റൻ അവള് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും എഴുതിക്കുകയാണ്. അതിലെന്തെങ്കിലും പിഴവുകളുണ്ടോ, മിസ്മാച്ച് ആയിട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ നേരത്ത് നമ്മുടെ ആദ്യ ഹീറോ ദൂരെ നിന്ന് മൈക്ക് വെച്ച് ഇവര് തമ്മിൽ സംസാരിക്കുന്ന എല്ലാം റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നുണ്ട്. ഇപ്പൊ വീണ്ടും എഴുതുന്ന പെണ്ണ് കുറെ അധികം മിസ്റ്റേക്കുകൾ വരുത്തുന്നു. എന്നിട്ട് അവൾ കുറച്ച് വെള്ളം ചോദിക്കുന്നുണ്ട്, കുടിക്കാൻ വെള്ളം വേണമെന്ന്. എല്ലാം എഴുതി കഴിഞ്ഞിട്ടേ വെള്ളം തരുമെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് വീണ്ടും എഴുതിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൊടുക്കാൻ പറയും. എന്നാൽ ഈ സ്പൈകള് ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ വെള്ളം കൊടുക്കുന്നത് മുഖത്ത് തുണിയിട്ടിട്ട് മുഖത്തേക്ക് വെള്ളം ഒഴിച്ചാണ്. ഇത് നമ്മുടെ നോർത്ത് ഹീറോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ ഈ പണി ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കെട്ടിവെച്ച് ശ്വാസം അടക്കി പിടിക്കാൻ പറയും. എന്നിട്ട് മുഖത്ത് തുണിയിട്ട് അതിലേക്ക് വെള്ളം പാരി ഒഴിക്കുകയാണ്. പെണ്ണ് കുറെ നേരം പെടയും. ഇപ്പൊ നോർത്ത് ക്യാപ്റ്റൻ, നിങ്ങൾ ഈ പ്രണയകഥയൊക്കെ കാണാൻ നല്ല രസമുണ്ട്, എന്നാൽ നിന്റെ കാമുകി ആ പേപ്പറിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും അവൾക്ക് ഈ ഗ്ലൗസ് സമ്മാനമായിട്ട് ആരാണ് കൊടുത്തതെന്ന് എഴുതിയിട്ടില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവൾ ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ടെന്നുള്ളത്. ഇങ്ങനെയുള്ള പെണ്ണിനെ നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയച്ച് അവിടെയുള്ള അതോറിറ്റികളാണ് ചോദ്യം ചെയ്യേണ്ടത്. എനിക്ക് ഇവളീ സംശയമുണ്ട്, അതുകൊണ്ട് ഞാൻ അവളെ തിരിച്ചയക്കാൻ പോവാന്നും പറഞ്ഞ് ആ ക്യാപ്റ്റൻ ഹീറോയിനെ പിടിച്ചോണ്ട് പോവാ. എന്നാൽ നോർത്ത് ഹീറോ ഇടപെട്ട് ഈ കേസ് ഞാനാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, അവളെ എന്നെ ഏൽപ്പിക്കണം, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിക്കോളാം, കാര്യങ്ങൾ അവിടുന്ന് മനസ്സിലാക്കിക്കോളാം എന്ന് പറയും. പക്ഷെ ആ ക്യാപ്റ്റൻ, നീ ഈ നാട്ടിലേക്ക് വന്നത് കാണാതെ പോയ ആൾക്കാരെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ്, അല്ലാതെ സ്പൈകളുമായി ബന്ധമുള്ള ആൾക്കാരെ പിടിക്കാനല്ല. അതെന്റെ ജോലിയാണ്. റൂൾസ് ആർ റൂൾസ്. ഈ പെണ്ണിന്റെ മുഴുവൻ ഉത്തരവാദിത്തം എനിക്കാണ്, നീ അതിൽ ഇടപെടേണ്ടെന്നും പറഞ്ഞിട്ട് ക്യാപ്റ്റൻ നോർത്ത് ഹീറോനെ അവിടുന്ന് പോകാൻ പറയാം. എന്നിട്ട് പെണ്ണിനെ പിടിച്ചോണ്ട് പോകും. ആ നേരത്ത് നോർത്ത് ഹീറോയിന്റെ കയ്യിലേക്ക് ഒരു പേപ്പർ വെച്ചു കൊടുത്തിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ അവിടുത്തെ അതോറിറ്റിയുമായിട്ട് സംസാരിക്കും. ഞാൻ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്ന് നിന്നെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ നോക്കാം, നീ കുടുങ്ങില്ല, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുവിടാം. പക്ഷെ ആ സമയത്ത് ഹീറോയിൻ പറയും, എനിക്ക് വേണ്ടി നീ മരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്തായാലും ഇറങ്ങി തിരിച്ചല്ലേ, നമ്മളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ മതി, നീ ജീവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവള് കാറി കയറി പോകുന്നു. ഇത് കഴിയുമ്പോൾ നോർത്ത് ഹീറോ ആ സൗത്ത് കൊറിയൻ സ്പൈകള്, അതായത് ആദ്യ ഹീറോയിൻ ടീമും അല്ലേ, അവരെ പറ്റിയുള്ള വിവരങ്ങൾ ചോദിക്കുന്നു. ആരോട്? ഈ നോർത്ത് ടീമിൽ പെട്ട ഏജന്റുമാരോട്. അപ്പൊ അവരന്വേഷിച്ച് കണ്ടുപിടിച്ചതിൽ ഹീറോയിൻ ടീമും ഒരു ലൈബ്രറിക്കകത്താണ് ഒളിച്ചു കഴിയുന്നത്. അവിടെയാണ് അവരുടെ രഹസ്യ സങ്കേതം. ഇത് കേട്ട ഉടനെ നോർത്ത് ഹീറോ സൗത്തന്മാരെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ല. ആ സമയത്ത് ഹീറോയിനെ പിടിച്ചോണ്ട് വന്ന ആ വില്ലൻ ക്യാപ്റ്റൻ അവൻ ഷിപ്പ്യാർഡിലേക്ക് അവന്റെ കാറ് കൊണ്ടുവന്നിട്ട് ഇവളെ കപ്പലിൽ കയറ്റി വിടുന്നത് പോലെ നേരെ അകത്തേക്ക് വന്ന് അവിടെ ഒളിച്ചിരിക്കുന്ന
പിടിച്ചിരിക്കുന്ന റഷ്യൻ മാഫിയ ഗ്യാങ്ങിന് ഈ പെൺകുട്ടിയെ കൈമാറും. ഒപ്പം ഈ റഷ്യക്കാർക്ക് ഡ്രഗ്സ് കൈമാറി അവരുടെ കയ്യിൽ നിന്ന് പണം പറ്റുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സൗത്ത് ഹീറോ ദൂരെ നിന്ന് കണ്ടിട്ട് മുഴുവൻ ഫോട്ടോ എടുക്കും. ആ നേരത്താണ് നോർത്ത് ക്യാപ്റ്റൻ വില്ലൻ അവൻ ഈ റഷ്യക്കാരോട് പറയുന്നത്, എന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു മെനകെട്ട നാറിയെ ഞങ്ങളെ ഗവൺമെന്റ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നിങ്ങൾ ആരും അവന്റെ കണ്ണി പെടരുത്. അധികം വൈകാതെ ഞാൻ അവനെ തീർത്തോളാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വിവരം അറിയിക്കാം. നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങിയാൽ മതി. അതുവരെ ഈ പെണ്ണിനെ പുറത്തു വിടരുത്. അവളെ കൊല്ലുകയോ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറയാണ്. ഇത് കഴിഞ്ഞിട്ട് ആ 2 ടീമും അവിടുന്ന് പിരിയുന്നു. റഷ്യക്കാര് ഹീറോയിനെയും പിടിച്ചോണ്ട് പോവാണ്. നമ്മുടെ സൗത്ത് ഹീറോ ആ റഷ്യക്കാരെ വണ്ടി ഫോളോ ചെയ്തു പോകുന്നു. അതേ നേരത്ത് അവനെടുത്ത ഫോട്ടോസ് എല്ലാം തന്റെ ടീം മെമ്പർ ആയ ലേഡിക്ക് അയക്കുന്നുണ്ട്. എന്നാൽ ഈ നേരത്ത് നോർത്ത് ഹീറോ അവരെ ഓഫീസിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോഴേക്കും സൗത്ത് ടീം ഈ ഇല്ലീഗൽ ആക്ടിവിറ്റികളെ പറ്റിയുള്ള ഫോട്ടോസ് എല്ലാം അവരെ രാജ്യത്തേക്ക് അടുത്ത് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും നോർത്തൻ അകത്തേക്ക് കയറി വരുന്നത്. ഈ നേരത്ത് ഇവിടെ ഹീറോയിനെ പിടിച്ചുകൊണ്ട് പോകുന്ന റഷ്യക്കാര് ഒരു പ്രത്യേക താവളത്തിലേക്ക് അവളെ കൊണ്ടുപോവാണ്. നമ്മുടെ സൗത്ത് ഹീറോ ഒളിച്ചിരുന്നവന്റെ തോക്കെടുത്ത് ഈ താവളത്തിനകത്ത് കയറും. അപ്പോഴാണ് ആ റഷ്യക്കാര് പെൺകുട്ടികളെ ബോക്സിലാക്കി ഓരോ രാജ്യത്തേക്കായി കടത്തി അയക്കുന്നത് കാണാം. അതൊരു ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സാണ്. അതിനകത്ത് ഈ പെൺകുട്ടികളെ മയക്കി കിടത്തി ലേലം വിളിച്ചവരുടെ രാജ്യത്തേക്ക് ഒളിച്ചു കടത്തും. അങ്ങോട്ടേക്കാണ് ഹീറോയിനെയും പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇതെല്ലാം സൗത്ത് ഹീറോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ഇവിടെ സൗത്തറുടെ ഓഫീസിലേക്ക് സെക്കൻഡ് ഹീറോ നോർത്തൻ കയറിപ്പറ്റി കഴിഞ്ഞു. അവിടുത്തെ പെണ്ണുമായിട്ട് അടിയുണ്ടാക്കുക. ഈ നേരത്ത് റഷ്യക്കാരന്റെ താവളത്തിൽ ഈ ടേക്കൺ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ലേലത്തിന് പെട്ടിയിലിട്ട് ഒരുപാട് പെൺകുട്ടികളെ വെച്ചിരിക്കുന്നത് കാണാം. ഇതെങ്ങനെ അവിടെ നടക്കുന്ന സമയം ഇവിടെ നോർത്തൻ നമ്മുടെ സൗത്ത് ലേഡിയെ പിടിക്കുന്നു. ഹീറോയുടെ കൂടെ ജോലി ചെയ്യുന്ന പെണ്ണിന്. എനിക്ക് നിന്റെ ക്യാപ്റ്റനെ ഉടനെ കാണണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയുന്നു പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുക. ഉടനെ ആ സ്റ്റാഫ് ലേഡി ഹീറോയുടെ നമ്പർ കൊടുക്കുന്നു. അവളെ കൊന്നു കളയുന്നുള്ള രീതിയിൽ ഫോട്ടോ എടുത്ത് സൗത്തൻ ഹീറോയ്ക്ക് അയക്കുകയാണ്. നീ കാരണം എന്റെ ഒരു പെണ്ണ് കൊല്ലപ്പെടാൻ പോകുന്നു. നീ എത്രയും പെട്ടെന്ന് നിന്റെ ഓഫീസിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ നിന്റെ കോ വർക്കറെ ഞാൻ കൊന്നു കളയുന്നു പറഞ്ഞ് നോർത്തൻ നമ്മുടെ ഫസ്റ്റ് ഹീറോ സൗത്ത് ഹീറോനെ ഭീഷണിപ്പെടുത്തുക. അപ്പൊ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി അത് നോർത്തനാണെന്നുള്ളത്. നീ ചാസുവയുടെ പഴയ കാമുകനാണോ? എങ്കിൽ ഞാൻ പറയുന്ന ഒരു സത്യം നീ കേൾക്കുക. അവളെ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ ഞാനുള്ളത്, അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഇത് കേൾക്കുമ്പോൾ നോർത്തൻ, നീ എന്താണ് മണ്ടത്തരം പറഞ്ഞ ആളെ പറ്റിക്കുകയാണോ? ചേസോ ഈ സമയം കപ്പലിലായിരിക്കും, അവൾ എന്റെ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടാവും. അത് കേൾക്കുമ്പോൾ നോർത്ത് ഹീറോ, ഞാനൊരു എവിഡൻസ് അവിടെയുള്ള കമ്പ്യൂട്ടറിലേക്ക് അയച്ചിട്ടുണ്ട്, നീ അതാദ്യം കാണുക. അപ്പൊ മനസ്സിലാകും നിന്റെ കോവർക്കർമാര് ആ പെണ്ണിന് എന്താണ് ചെയ്യുന്നതെന്നും ഇവിടുത്തെ ഡ്രഗ് ലോഡ്സുമാരായിട്ട് അവർക്ക് എന്താണ് ബന്ധമുള്ളത്. ഇവൻ ഉടനെ ആ ഫോട്ടോസ് കാണിക്കാൻ പറയുന്നു. അത് കണ്ട് അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി ആ ലൊക്കേഷൻ എവിടെയാണെന്നും ചോദിച്ചിട്ട് ഇവൻ കാറും എടുത്ത് ആ വില്ലന്മാരെ താവളത്തിലേക്ക് പുറപ്പെട്ടു വരിക. ഈ നേരത്ത് നോർത്ത് ക്യാപ്റ്റൻ ഇല്ലേ ആ വില്ലൻ ടേക്ക് കെയർ അമ്മച്ചീനെയൊക്കെ പിടിച്ചിരുത്തി ഈ ഹീറോയിനും സെക്കൻഡ് ഹീറോയും ചേർന്ന് രാജ്യത്തെ വഞ്ചിച്ച് റഷ്യയിൽ ഡ്രഗ് മാഫിയ ചെയ്യായിരുന്നു എന്നുള്ള ഒരു നുണസാക്ഷ്യം റെക്കോർഡ് ചെയ്തെടുക്കും. സോ ആ റെക്കോർഡ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹീറോ നോർത്ത് ഹീറോയെ ഈ ക്യാപ്റ്റന് തന്നെ കൊല്ലാം. സാക്ഷ്യം കിട്ടിയ ഉടനെ ഹീറോയെ പിടിച്ച് കൊല്ലാൻ വേണ്ടി അവർ പുറപ്പെട്ടു വരിക. ഒപ്പം ഇവിടുന്ന് പുറപ്പെട്ടു പോകുന്ന നോർത്ത് ഹീറോയുടെ പുറകിലായിട്ട് തന്നെ ഒരുത്തനെ വിടുന്നുണ്ട്. ഈ നേരത്ത് റഷ്യക്കാര് ഹീറോയിനെ പിടിച്ചോണ്ട് പോയി മേത്തൊക്കെ വെള്ളം അടിച്ച് ഒരു വൈറ്റ് ഡ്രസ്സ് ഇടാൻ പറഞ്ഞ് അവൾക്ക് വേണ്ട കണ്ണാടി പെട്ടി റെഡിയാക്കുകയാണ്. ഇത് കണ്ട പെണ്ണ് കൈ കിട്ടിയ ഒരു ഗ്ലാസ് പൊട്ടിച്ച് സ്വന്തം കഴുത്തി വെച്ചിട്ട് പറയും, എന്റെ അരികിലേക്ക് ആരെങ്കിലും വന്നാൽ ഞാൻ സ്വയം കുത്തിമരിക്കും. നിങ്ങൾക്ക് അങ്ങനെ എന്നെ വിൽക്കാൻ കഴിയില്ല, എന്നെ നാട് കടത്താനും പറ്റില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പൊ അവിടെ തന്നെയുള്ള ഒരു തള്ളച്ചി കുറച്ച് ചാമ്പല് വാരി ഈ പെണ്ണിന്റെ മുഖത്തേക്ക് എറിയ. അവളെ ശ്രദ്ധ മാറുമ്പം ആ റഷ്യൻ വില്ലൻ അവളെ പിടിച്ച് അവളെ കഴുത്തിലേക്ക് മയക്കുമരുന്ന് കുത്തിവെക്കും. ഈ നേരത്ത് റഷ്യൻ വില്ലൻ ഒരു കോള് വരുന്നുണ്ട്. മറ്റേ നോർത്ത് ക്യാപ്റ്റനാണത്. എന്റെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ വന്ന നാറി ആ പെണ്ണിനെ കണ്ടുപിടിക്കാനായിട്ട് നിന്റെ താവളത്തിലേക്ക് വരുന്നുണ്ട്. അവനെ ജീവനോടെ വിടരുത്. ഞാനിപ്പിതാ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വരുമ്പോഴേക്കും അവനെ പിടിച്ചു വെക്കിയെന്ന് പറയുക. സോ ഈ റഷ്യക്കാരെല്ലാം സെക്കൻഡ് ഹീറോയെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ അങ്ങോട്ട് എൻട്രി ആവുന്നത് ഫസ്റ്റ് ഹീറോ ആയിരിക്കും. ഹീറോ അകത്ത് കയറുമ്പോഴേക്കും 4-5 പേര് മുന്നിൽ തന്നെ വന്ന് നിൽപ്പുണ്ട്. അപ്പോഴായിരിക്കും ഒരു സ്പൈ യഥാർത്ഥത്തിൽ എന്തൊക്കെ ചെയ്യാൻ എബിലിറ്റി ഉള്ളവനാണെന്ന് കാണിക്കുന്നത്. തോക്ക് പുറത്തെടുക്കുന്നേ കാണുള്ളൂ. അപ്പോഴേക്കും ടോ എന്ന് പറഞ്ഞ് 4 ഭാഗത്തേക്കും വെടിവെച്ച് കഴിഞ്ഞു. ഏതോ ഒരുവൻ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്, അവനിവിടുന്ന് ജീവനോടെ പോകാൻ കഴിയില്ല, അവനെ ഞങ്ങൾ തീർത്തോളാം എന്ന് പറയാണ് റഷ്യക്കാർ. നമ്മുടെ സൗത്ത് ക്യാപ്റ്റൻ അതിശയാവും. പറഞ്ഞു തീരുമ്പോഴേക്കും അവനോട് എത്തിക്കഴിഞ്ഞു. ഇതിങ്ങനെ സംഭവിച്ചു. ഇവര് കൂടുതൽ ആൾക്കാരെ അയക്കുക. ഫസ്റ്റ് ഹീറോ ഒളിച്ചിരുന്ന് ഒരുത്തനെ ഷൂട്ട് ചെയ്യാണ്. അവൻ കുറെ നേരമായിട്ട് കളിപ്പിച്ച് ഷൂട്ട് ചെയ്യും. അവസാനം ആളെ കാണുന്നില്ല. നോക്കുമ്പം അവന്റെ അയൽപ്പക്കത്ത് നിന്ന് മണ്ടയിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ് നമ്മുടെ അണ്ണൻ. പോയവന്റെ ഒന്നും അഡ്രസ് ഇല്ലാത്തതുകൊണ്ട് റഷ്യക്കാരൻ കൂടുതൽ ആൾക്കാരെ വീണ്ടും അയക്കും. ഈ നേരത്ത് നോർത്ത് ഹീറോ ഉണ്ടല്ലോ, അയാൾ ഈ താവളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാൽ പുള്ളിയുടെ പുറകെ അവരെ തന്നെ ഏജന്റ് ഒരുവൻ തോക്കും വെച്ച് വരുന്നുണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇവന്റെ മോന്തയിലേക്ക് ലൈറ്റ് അടിച്ച് ശ്രദ്ധ മാറുമ്പോൾ അവനെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് സൗത്ത് ഹീറോ അവനെ വെടിവെച്ചു കൊല്ലും. എന്നിട്ട് ഈ കെട്ടിടത്തിലേക്ക് ചാടി കയറി ബാക്കിയുള്ള ഓരോരുത്തരായിട്ട് ഷൂട്ട് ചെയ്യുക. ഒരു ഭാഗത്ത് സൗത്ത് ഹീറോ ഫസ്റ്റ് ഹീറോയും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ അകത്ത്
നമ്മുടെ വെള്ളപ്പെണ്ണിനെ പിടിക്കാൻ നോക്കുമ്പോൾ അവൾ ഉള്ള ജീവനും കൊണ്ട് കൈ കിട്ടിയവരെല്ലാം കടിച്ചു വയ്ക്കുന്നു. എന്നിട്ട് ഒരു തോക്ക് കിട്ടുമ്പം അതുകൊണ്ട് ആ തള്ളേനെയും ഒരു മൊട്ടേനെയും തട്ടിക്കളഞ്ഞു. ഈ നേരം നമ്മുടെ സൗത്തന്റെ കാലിലേക്ക് ഒരു വെടി കൊണ്ടു. പുള്ളി റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിരിക്കുമ്പം ഇവന്മാരെ വിടുന്നില്ല. അതുകൊണ്ട് കയ്യിലുള്ള ഒരു ഗ്രനേഡ് വലിച്ചെറിഞ്ഞ് മൊത്തം പുകയാക്കി അവന്മാർക്ക് കണ്ണ് കാണാത്ത നേരെ ഇറങ്ങി ഷൂട്ട് ചെയ്യാം. ഇങ്ങനെ അകത്ത് വന്ന് അവസാനം കണ്ണാടി ചില്ലി ഇട്ട് വെച്ചിരിക്കുന്ന പെൺകുട്ടികളൊക്കെ കണ്ടുമുട്ടി. സുഖല്ലേ, ഇവിടെ എന്താ മഴയൊക്കെ ഉണ്ടോന്ന് ചോദിക്കുന്ന സമയത്ത് ആ വില്ലന്മാര് ഷൂട്ട് ചെയ്യാം. ഹീറോ ഒളിച്ചു നിൽക്കും. അതേസമയം ഈ പെൺകുട്ടികളുടെ പെട്ടിയെല്ലാം ബുള്ളറ്റ് പ്രൂഫ് ആണെന്നും കൂടെ ഹീറോ മനസ്സിലാക്കിയിട്ട് അതിന് പുറകെ ഒളിച്ചിരുന്ന് ഷൂട്ട് ചെയ്യുക. ഈ നേരത്തെ തന്നെയാണ് സൗത്തിനകത്തേക്ക് കയറി വരുന്നത്. നമ്മുടെ നോർത്തനും സൗത്തനും കൂടെ പരസ്പരം കഴുത്തിലേക്ക് തോക്ക് വെക്കാം. ഷൂട്ട് ചെയ്യുന്നില്ല. നീ ഇവിടെ എന്താടാ കാണിക്കണേന്ന് സൗത്തൻ നോർത്തനോട് ചോദിക്കും. അവൾ എന്റെ ഇൻഫോമറാ, അവളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. നിന്റെ രാജ്യത്തെ പോലെ കൊല്ലാൻ കൊടുക്കുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാണ് ഹീറോ. എന്നാ പിന്നെ എന്നെയും കൂടെ കൊന്നു കളയടാന്നും പറഞ്ഞിട്ട് നോർത്ത് ഹീറോയെ നിൽക്കും. ഇങ്ങനെ ഇവര് തമ്മിൽ മൂർപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ റഷ്യക്കാരൻ അവന്റെ 2 ഗുണ്ടകളുമായിട്ട് അങ്ങോട്ട് വരുന്നു. വെടിവെച്ചിട്ട് പുട്ടുപുട്ടു. അവന്റെ വെടി കൊള്ളാതെ ഇവര് ചാടി മാറി നിൽക്കുന്ന സമയം വേറെ ഒരു കോറിഡോറിൽ അവിടെ അടച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടികളൊക്കെ ഹീറോയിൻ രക്ഷപ്പെടുത്തും. എന്നിട്ട് അവരെ ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ട് പോവാ. ഈ നേരത്ത് വില്ലൻ തന്റെ 2 കുണ്ടകളുമായിട്ട് ഈ ഹീറോമാരെ പിടിക്കാൻ വരിക. അവരും കണ്ണാടിച്ചില്ലി ഒളിച്ചിരിക്കുകയാണ്, ഇവരും കണ്ണാടിച്ചില്ലി ഒളിച്ചിരിക്കുക. ഇനി അവന്മാരെ വീഴ്ത്തണമെങ്കിൽ കണ്ണാടിപ്പെട്ടിയുടെ ടയറി ഷൂട്ട് ചെയ്യണം, അങ്ങോട്ട് നോക്കി ഷൂട്ട് ചെയ്യുന്നും പറഞ്ഞ് ഫസ്റ്റ് ഹീറോ ഗൈഡൻസ് കൊടുക്കുമ്പോൾ അതനുസരിച്ച് നോർത്ത് ഹീറോയും കണ്ണാടിപ്പെട്ടിയുടെ ടയറി ഷൂട്ട് ചെയ്യും. ഉടനെ ആ പെട്ടി 2 താഴെ വീഴുന്നു. പുറകെ ഒളിച്ചിരുന്ന കുണ്ടകൾക്ക് 2 വെടികൊള്ളുന്നു. അവർ തീർന്നു. എന്നാൽ ഈ സമയത്ത് ഫസ്റ്റ് ഹീറോയുടെ കാലിലേക്ക് വീണ്ടും ഒരു വെടിയേറ്റിട്ടുണ്ട്. ആ നേരം റഷ്യക്കാരൻ മാഫിയ അവൻ നോർത്തനുമായിട്ട് അടിയുണ്ടാക്കി അവസാനം നോർത്തനെ പിടിച്ച് ചൂട് പൈപ്പിൽ വേവിക്കാൻ നോക്കുക. അപ്പോഴായിരിക്കും കാലൊക്കെ കെട്ടി പഴയ ശക്തി വീണ്ടെടുത്ത് സൗത്തൻ കയറി വരുന്നു. ഞാനാടാ ആദ്യ ഹീറോ എന്നും പറഞ്ഞ് റഷ്യക്കാരന്റെ മണ്ടയെ വെടിവെച്ച് അവനെ കൊന്നുകളെ. എന്നിട്ട് പിന്നെ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ഇവര് വിളിച്ചോണ്ട് പോവാ. നോർത്തൻ ഓടിച്ചെന്ന് അവളെ കോട്ടക്കിട്ട് പുതപ്പിച്ചു കൊടുത്തിട്ട് തന്റെ ഷൂ ഊരി അവളെ കാലി ധരിപ്പിക്കും. ആദ്യ കാമുകിയല്ലേ, പഴയ ലവറാണ്, ജീവനായിരുന്നു അവന്റെ. ആ സ്നേഹം എന്നും പോയിട്ടില്ല. അവളാണെങ്കിൽ തിരിച്ച് ഇവന്റെ കൈ പഴുത്തിരിക്കുന്ന കാണുമ്പോൾ അവിടെ തന്റെ വെള്ളത്തുണി കീറിയെടുത്ത് കെട്ടിവെച്ചു കൊടുക്കുക. എനിക്കിങ്ങനെ ആരും കെട്ടി തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ആർക്കു വേണ്ടി ഞാൻ ജീവനും കൊടുക്കില്ല. പൊടി. ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു. ശരി പോട്ടെ, കഥയിലേക്ക് വരാം. ഇപ്പോ 2 ഹീറോക്കളും ചേർന്ന് രക്ഷപ്പെടുത്തിയ പെൺകുട്ടികളെല്ലാം ആ താവളത്തിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വരിക. എന്നാൽ അപ്പോഴായിരിക്കും ആ കാറിന് പിറകിലായി ഒരുത്തൻ ഒളിച്ചു നിൽപ്പുണ്ട്. ഇവനെ കണ്ട ഉടനെ നോർത്ത് ഹീറോ വിളിച്ചു പറയും, എല്ലാവരും ഓടി ഒളിക്കി, ആരും അവന്റെ മുന്നിലേക്ക് ചെന്ന് പെടണ്ടെന്ന്. അവൻ പറഞ്ഞു തീർന്നില്ല. ഒളിച്ചിരുന്ന നോർത്ത് ക്യാപ്റ്റനില്ലേ, അയാൾ തുരുതുരാ വെടിവെക്കാൻ തുടങ്ങുന്നു. പെൺകുട്ടികളെല്ലാം ഓടി ഒളിക്കും. എന്നാൽ ഒരു പെൺകുട്ടി മാത്രം പാവം കാലി വെടിയേറ്റ് വീഴാണ്. അവളെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ഈ നോർത്ത് വില്ലന്റെ കൂടെ 2 ഏജന്റുമാരും കൂടെ ഉണ്ട്. അവരും ഒളിച്ചിരുന്ന് വെടിവെക്കുകയാണ്. ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ നോക്കിയ വേറെയും 2 പെൺകുട്ടികളെയും കൂടെ അവന്മാര് വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. ആ സമയത്ത് ഹീറോസുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആ സമയത്ത് അവര് പുറത്ത് തല കാണിച്ച വെടികൊള്ളും. ആ സമയത്ത് ഒരു കാർ അങ്ങോട്ട് ചീറിപ്പാഞ്ഞു വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, സൗത്ത് ഹീറോയുടെ ലിസ്റ്റിൽ അവന്റെ അനുയായി ഒരു ലേഡി ബാക്കിയുണ്ടല്ലോ, അവളാണ് കാറ് ഓടിച്ച് ചീറിപ്പാഞ്ഞു വരുന്നത്. അവള് വെടിവെച്ച് ഈ വില്ലന്മാരെ ശ്രദ്ധ മാറ്റുന്ന സമയം അതിലെ ഒരു ഏജന്റിനെ സൗത്ത് ഹീറോ ഷൂട്ട് ചെയ്ത് വീഴ്ത്തും. ഈ ലേഡി ഏജന്റ് താഴെ കിടക്കുന്ന പെൺകുട്ടികൾക്ക് നേരെ എതിർഭാഗത്തായി കാറ് നിർത്തിവെച്ചിട്ട് വില്ലൻ ക്യാപ്റ്റനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് സൗത്ത് ഹീറോ നോർത്തന് സിഗ്നൽ കൊടുക്കുകയാണ്, ഞാൻ മുന്നിലുള്ളവനെ നോക്കാം, നീ പിന്നിലുള്ളവനെ നോക്കെന്നും പറഞ്ഞു. പിന്നെ ഒരുത്തനും കൂടെ ഒളിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഈ കാറ് ചെക്കായിട്ട് നിൽക്കുന്ന സമയം ഹീറോ ഫീൽഡിലേക്ക് ചാടി ഇറങ്ങും. അതേ നേരത്ത് ബാക്കിയുള്ള പെൺകുട്ടികൾ അവിടെ വീണ് കിടക്കുന്ന കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് നോക്കുകയാണ്. എന്നാൽ ഇവര് പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ആ ക്യാപ്റ്റനില്ലേ, അയാൾ മറിഞ്ഞിരുന്ന കാറിൽ നിന്ന് മാറി ഇപ്പൊ വേറെ കാറിന്റെ പിറകിലായി. ആ നാറി അവിടെ ഒളിച്ചിരുന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന പെൺകുട്ടികളെ വീണ്ടും ഷൂട്ട് ചെയ്യുക. ഇത് കണ്ട ഉടനെ സൗത്ത് ഹീറോ മുന്നിലേക്ക് ചാടി വീണ് അവൻ വെടിച്ച ഒരു വെടി തോളത്ത് ഏറ്റുവാങ്ങുന്നുണ്ട്. ഈ നേരത്തെ അവൻ ഷൂട്ട് ചെയ്യുന്ന കണ്ട കൂട്ടുകാരി ഏജന്റില്ലേ, അവനെ തിരികെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നിലത്ത് കിടക്കുന്ന ഹീറോ ഈ പെൺകുട്ടികളെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് പോയി ഒളിച്ചിരിക്കാൻ പറയുക. എന്നിട്ട് തന്റെ തോക്ക് വീണ്ടും ലോഡ് ചെയ്ത് അവനെതിരെ ഷൂട്ട് ചെയ്ത് തുടങ്ങും. ഈ പെൺകുട്ടികൾ സ്ഥലം മാറിയെന്ന് മനസ്സിലാക്കിയ ഉടനെ ലേഡി ഏജന്റ് അവിടുന്ന് കാറും എടുത്ത് പോവാണ്. അവളെ കാറിനും ഒരുപാട് വെടിയേറ്റു. ഇപ്പൊ ഹീറോയും പെൺകുട്ടികളും ഒരു ഭാഗത്ത് സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്. എന്നാലും ആ വില്ലൻ ക്യാപ്റ്റനും അവന്റെ ഒരു കൂട്ടാളി ഇനിയും ചത്തിട്ടില്ല. ഇപ്പൊ ആ കൂട്ടാളി ലേഡി ഏജന്റിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനെ പിടിക്കാൻ വേണ്ടി ഒളിച്ചിരുന്ന സെക്കൻഡ് ഹീറോ ചാടി വീണ് ആ വില്ലൻ ഏജന്റിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തും. ഇപ്പൊ ലേഡി ഏജന്റ് നോക്കുമ്പം വില്ലൻ നിന്ന ഭാഗത്ത് നോർത്ത് ഹീറോ ആണുള്ളത്. അവനെങ്ങാനും തന്നെ ഉപദ്രവിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഇവള് തോക്കും ചൂണ്ടി നിൽക്കുകയാണ്. കാരണം ഓൾറെഡി ഇവൻ പിടിച്ച് നല്ല ഇടി കൊടുത്തിട്ടുണ്ടല്ലോ, ആ ദേഷ്യമുണ്ട് അവൾക്ക്. പെട്ടെന്ന് നോർത്ത് ഹീറോ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് ഇവളെയല്ല, ഇവൾക്ക് പിറകിൽ ഒളിച്ചിരുന്ന വില്ലനെയാണ്. പക്ഷെ ഇവള് വിചാരിക്കുക ഇവളെയാണെന്ന്. അതുകൊണ്ട് ഇവള് നമ്മുടെ നോർത്ത് ഹീറോയുടെ
നെഞ്ചത്ത് ഷൂട്ട് ചെയ്യുന്നു. വെടികൊണ്ട് അവൻ നിലത്തേക്ക് വീഴും. എന്നാലും മരിച്ചിട്ടില്ല. അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണേ, വിട്ട് കളയല്ലേ എന്ന് പറഞ്ഞ് ഹീറോയിൻ കരയാണ്. ഈ സമയത്ത് നമ്മുടെ ലേഡി ഏജന്റ് ഇല്ലേ, അവളുടെ ഉണ്ടയെല്ലാം തീർന്നു. ഇനി വെടിവെക്കാൻ പറ്റില്ല. ഇവിടെ നോർത്ത് ഹീറോ എന്തായാലും എനിക്ക് വെടികൊണ്ട് കഴിഞ്ഞു, ഇനി ഞാൻ തന്നെ ഫീൽഡിലേക്ക് ഇറങ്ങാം, നിങ്ങൾ ആ ഗേൾസിനെ പ്രൊട്ടക്ട് ചെയ്യൂന്ന് പറഞ്ഞിട്ട് ഇവൻ ചാടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാണ്. ആ നേരത്ത് വില്ലൻ ഈ പെണ്ണിന്റെ തോക്കിൽ ഉണ്ട കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ വണ്ടിയിൽ നിന്ന് മാറി ലേഡിയുടെ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നു. അതേ നേരത്ത് സെക്കൻഡ് ഹീറോയും ഫീൽഡിലേക്ക് ഇറങ്ങി. അവൻ ലേഡിയെ തേടുന്ന സമയം സെക്കൻഡ് ഹീറോ അവനെ ഷൂട്ട് ചെയ്യും. പക്ഷെ വില്ലന് വെടി കൊള്ളുന്നില്ല, സെക്കൻഡ് ഹീറോയ്ക്കാണ് വെടി കൊള്ളുന്നത്. ആ കൊണ്ട വെടിയുമായിട്ട് ഹീറോ നിരങ്ങി ചെന്ന് ഒരു കാറി ഒളിച്ചിരിക്കുക. വില്ലൻ വിടുന്നില്ല. അവനും പുറകെ ചെന്ന് കാറിന്റെ ഡോറ് തുറന്നു നോക്കുമ്പോൾ കാറിന് വെളിയിലായിരിക്കും സെക്കൻഡ് ഹീറോ ഉണ്ടാവുന്നു. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വെടിവെക്കാൻ നോക്കുന്നു. അതേ സ്ഥലത്തേക്ക് സൗത്ത് ഹീറോയും വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു രണ്ടുപേരും കൂടെ വെടിവെച്ചാൽ അവനെ കൊന്നുകളയാം. എന്നാൽ അവനും ഏജന്റ് ആണല്ലോ, അനാവശ്യമായ ട്രെയിനിങ് ആ നാർക്കും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹീറോക്കൾ രണ്ടുപേരും അവനെ ഷൂട്ട് ചെയ്യുമെങ്കിലും അവസാന വെടിയും കൊണ്ടിട്ട് അവൻ രണ്ട് ഹീറോക്കളെയും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതില് സൗത്ത് ഹീറോ വെസ്റ്റ് ഇട്ടതുകൊണ്ട് അവന് വെടി ഏൽക്കുന്നില്ല. വില്ലൻ ക്യാപ്റ്റന്റെ നെഞ്ചത്തേക്ക് അവസാനത്തെ വെടിയും പൊട്ടിക്കുന്നത് സൗത്ത് ഹീറോയാ. പക്ഷെ നോർത്ത് ഹീറോ വെസ്റ്റ് ധരിക്കാത്തതുകൊണ്ട് അവന്റെ ശരീരം മുഴുവൻ ഒരുപാട് ഉണ്ടകൾ തറച്ചിട്ടുണ്ട്. ചോര തുപ്പി ചുമച്ചുകൊണ്ടിരിക്കാവും പാവം. അവസാന നേരത്ത് സൗത്ത് ഹീറോയെ അടുത്ത് വിളിച്ച് അവൻ ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുക്കും. ആ നേരത്താണ് ഹീറോയിൻ അങ്ങോട്ട് വരുന്നത്. അവൾ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. നീ ഒന്നും സംസാരിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് അവനെ മടി കിടത്തും. അവളെ മടി കിടന്നിട്ടാണ് അവൻ മരിച്ചു വീഴുന്നത്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നാട്ടിലേക്ക് തിരിച്ചു വന്ന സൗത്ത് ഹീറോ കടത്തപ്പെട്ട വിൽക്കപ്പെട്ട പെൺകുട്ടികളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും തന്റെ ഗവൺമെന്റിന് കൈമാറുന്നു. അവിടുന്ന് അവർ ഒരുപാട് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി. തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ള പെൺകുട്ടികളെ അവരെ സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചയച്ചു. മറ്റുള്ള പെൺകുട്ടികൾക്ക് ഇവരെ നാട്ടിൽ തന്നെ പാർക്കാനുള്ള അവസരങ്ങളും ചെയ്തു കൊടുത്തു. ഇതിൽ ഹീറോയിൻ അവൾ ഇവർക്കൊരു മുതൽക്കൂട്ടായിരുന്നു. വീണ്ടും അവൾ ഉപയോഗിച്ച് കൂടുതൽ ഈ ഡ്രഗ് ഡീലിംഗ്സിനെ പറ്റി പഠിക്കാമായിരുന്നു. എന്നിട്ടും അവൾക്ക് ജപ്പാനിലേക്ക് പോകാനുള്ള അവസരമാണ് ഹീറോ ഒരുക്കി കൊടുത്തത്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ഹീറോയുടെ ഗവൺമെന്റ് ചോദിക്കുകയാണ്. ഇപ്പൊ ഹീറോ പറയും അവള് നമ്മളെ സഹായിക്കാൻ തയ്യാറായത് അവരമ്മയുടെ ചികിത്സയ്ക്ക് പണത്തിനായിട്ടാണ്. എന്നാൽ ഈ ഓപ്പറേഷൻ കഴിയുമ്പോഴേക്കും അവരുടെ അമ്മ മരിച്ചു കഴിഞ്ഞിരുന്നു. നമ്മളെ സഹായിക്കാൻ ശ്രമിച്ച പെണ്ണിന് ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടായത്. എന്നിട്ടും കോമ്പൻസേഷൻ ചോദിക്കാതെ എന്നെ അറിയാത്ത ഏതെങ്കിലും രാജ്യത്തേക്ക് എനിക്ക് തിരിച്ചു പോകണം, അവിടെ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നാണ് അവൾ ആവശ്യപ്പെട്ടത്. അതിനെ നിരാകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത്രയും സഹായിച്ച പെണ്ണിനെ വീണ്ടും ഉപദ്രവിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പെർമിഷൻ കൊടുത്തു. ഇത് കേട്ട ഗവൺമെന്റും ഹീറോ ചെയ്തതിൽ തെറ്റില്ലെന്ന് ശരിവെക്കും. അത് കഴിയുമ്പം ഹീറോയുടെ കൂടെ വർക്ക് ചെയ്ത ആ ലേഡി ഏജന്റ് ചോദിക്കുകയാണ്, നോർത്ത് സ്പൈ എന്താണ് നിങ്ങളുടെ ചെവിയിൽ പറഞ്ഞത്? ചേസുവിനെ വെറുതെ വിടണം, നമ്മുടെ കേസുമായി അവളെ ബന്ധപ്പെടുത്തി അവളെ ജീവിതം നശിപ്പിക്കാൻ പാടില്ലെന്നാണോ? അതുകൊണ്ടാണോ അവളെ നിങ്ങൾ ജപ്പാനിലേക്ക് പറഞ്ഞു വിട്ടത്? അതാണോ അവൻ ആവശ്യപ്പെട്ടതെന്ന് ചോദിക്കുക. അത് കേട്ട് ഹീറോ പറയും, അല്ല, എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തൂ, എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് അവൻ പറഞ്ഞതെന്ന് പറയും. പക്ഷെ അതല്ല സത്യം. ചേസു രക്ഷപ്പെടുത്തി ആ നാട്ടിലെ ഏജന്റുമാർക്കൊന്നും അറിയാത്ത ഏതെങ്കിലും രാജ്യത്തേക്ക് കടത്തിവിട്ട് അവളെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു നോർത്ത് ഹീറോ ആവശ്യപ്പെട്ടത്. അതുപോലെ ഹീറോയിനെ മറ്റാർക്കും അറിയാത്ത ഏതോ ഒരു സ്ഥലത്തേക്കാണ് ഹീറോ പറഞ്ഞുവിട്ടിരിക്കുന്നത്. അവൾ ഹാപ്പിയാണെന്ന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കി ഹീറോ തിരിച്ചു വരും. അത് കഴിഞ്ഞ് താൻ എവിടെ നിന്ന് ആരംഭിച്ചോ തന്റെ സ്പൈ ഏജന്റ് ജോലി അവിടെ നിന്ന് തന്നെ വീണ്ടും തുടരുകയാണ്. ഇതോടുകൂടെ ഹമിറ്റ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഉറു കഥ.